നമസ്കാരം. ഫണ്ട് റിസ്ക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ അനിൽ മാത്യു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇക്വിറ്റി വാല്യുവേഷനുള്ള ഒരു വീഡിയോ സീരീസ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. നമ്മൾ ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും. ഇക്വിറ്റി വാല്യുവേഷനുള്ള ഒരു വീഡിയോ സീരീസ് വേണമോ വേണ്ടിയോ എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം 5000-ലേറെ പേര് അതിന് റെസ്പോണ്ട് ചെയ്തു. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വീഡിയോ സീരീസ് നീണ്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണം ഞാൻ തന്നെയാണ്. കാരണം ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് അത് എഞ്ചിനീയറിംഗിലാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡൊമൈനിലാണെങ്കിലും ശരി, ഞാൻ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് വരുമ്പോഴൊക്കെ പലപ്പോഴും പേടിച്ചോടുക എന്നുള്ളതാണ്. ഞാൻ BG ക്ലാസ് എടുക്കുമ്പോൾ പോലും പല സ്റ്റുഡൻസും പല മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ ക്ലാസ്സുകൾ എടുത്തും കഴിയുമ്പോൾ അവർ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൻ്റെ അത് തിയറി കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ സാറേ, ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മുൻകാല അനുഭവങ്ങളുടെ ഒക്കെ വെളിച്ചത്തിലാണ് ഞാൻ പലപ്പോഴും ഭയപ്പെട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ സീരീസ് വേണമോ വേണ്ടിയോ എന്നറിയാതെ മാറുന്നത്. പക്ഷെ എങ്കിൽ പോലും അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് പലരും അതിനെക്കുറിച്ച് ഏകദേശം 2 മാസം മുമ്പുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് വളരെയധികം ഫോളോ അപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യാമെന്ന് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഒരു അധ്യാപകനായിരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം പോലെ തന്നെ ബി ഹാൻഡി വിത്ത് എ പെൻ ആൻഡ് പേപ്പർ വിത്ത് യു എന്നാണ് പറയാറ്. നമ്മൾ നോട്ട്സ് എഴുതിയൊരു ശീലം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ നോട്ട്സ് എഴുതുകയാണെങ്കിൽ, സ്വന്തമായിട്ട് എഴുതുകയാണെങ്കിൽ അത് നമ്മുടെ ഓർമ്മയിൽ വളരെ കാലം തങ്ങി നിൽക്കുകയും ചെയ്യും. കൂടാതെ നമ്മുടെ ഒരു ഇന്റർപ്രിറ്റേഷനായിരിക്കും നമ്മൾ നോട്ട്സ് എഴുതുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം ഉപയുക്തമായിരിക്കും. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാം. വാല്യുവേഷൻ പലപ്പോഴും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം വാല്യുവേഷൻ എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. വാല്യുവേഷൻ നടത്തേണ്ട വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അകത്ത് കുറച്ച് കാലങ്ങളായിട്ടുള്ളവരൊക്കെ തന്നെ ചോദിക്കും, വാല്യുവേഷന് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്കൊരു ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്, അത് വെച്ച് മാത്രം നോക്കി പോയാൽ പോരെ എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാല്യുവേഷൻ എന്തിനാണെന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മളിത് ഒരു കാര്യം മനസ്സിലാക്കുക, വാല്യുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അകത്തോ ഇക്വിറ്റിക്കകത്തുള്ളൂ മാത്രമല്ല, ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ചും നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് മനുഷ്യനാകട്ടെ, ജന്തുക്കളാകട്ടെ, മൃഗങ്ങളാകട്ടെ, ഭൂമിയാകട്ടെ, എന്തും. വ്യവസ്ഥാപിതമായ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് വാല്യുവേഷൻ കോഴ്സുകളുണ്ട്, റിയൽ എസ്റ്റേറ്റ് വാല്യുവേറ്റർ ഉണ്ട്, സെക്യൂരിറ്റീസിന്റെ വാല്യുവേഷൻ നടത്തുന്നവരുണ്ട്, എല്ലാത്തിനും വാല്യുവേഷൻ നടത്തുന്നവരുണ്ട്, സകല അസറ്റ്സിന്. പക്ഷെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് ആയിട്ട് മാറ്റണം എന്നുള്ളതാണ് കാര്യം. അതായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിത്തരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ സത്യം പറഞ്ഞാൽ അത്ഭുതം ഉള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഇവോൾവ് ചെയ്തു വന്നത് തന്നെ. കാരണം നിങ്ങൾ മനസ്സിൽ വെച്ച് നോക്കുക, ഒരു കമ്പനിയുടെ വില, ആ ഒരു കമ്പനിയുടെ വില എപ്പോഴും ഒരു പ്രീമിയത്തിലായിരിക്കും മിക്കപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. മിക്ക കമ്പനികളും, അല്ലാത്തവ കുറച്ചുണ്ട് മൈനോറിറ്റി ആയിട്ട്, പക്ഷെ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പൊ എന്തിനാണ് ഈ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യുന്നത്? അതായത് അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ 100 രൂപയാണെന്നിരിക്കട്ടെ ഒരു കമ്പനിയുടെ, പക്ഷെ അത് ട്രേഡ് ചെയ്യുന്ന ഏകദേശം 200-250 രൂപയ്ക്കായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് 100 രൂപ എന്ന് പറയുന്ന ഇൻട്രിൻസിക് വാല്യൂ ഉള്ള ഒരു കമ്പനിക്ക് അതിന്റെ യഥാർത്ഥ മൂല്യം 100 രൂപയാണെങ്കിൽ പോലും അതിന് 150 രൂപ 150 രൂപ അധികമായി നൽകാൻ വേണ്ടി തയ്യാറാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ തയ്യാറാകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാവിയിലെ ക്യാഷ് ഫ്ലോയെ മുൻനിർത്തി മാത്രമാണ്. അപ്പൊ അങ്ങനെ ഭാവിയിലെ ക്യാഷ് ഫ്ലോയെ മുൻനിർത്തി ഇന്ന് ആ ഒരു പ്രീമിയം നൽകാൻ തയ്യാറാകുന്ന ഒരു ബയർ, ഭാവിയിലേക്ക് ക്യാഷ് ഫ്ലോ ഇന്നത്തേനേക്കാളും കുറവായിരിക്കുമെന്ന് കരുതുന്ന ഒരു സെല്ലർ, ഈ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഒരു ഇടമാണ് സത്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ്. വളരെ ലളിതമായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വാല്യുവേഷൻ എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ മുഴുവനായിട്ടും വാല്യുവേഷൻ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് വെച്ചു. അത് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഗിഫ്റ്റ് റാപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മൂടി കെട്ടിയിട്ടൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ പറയുന്നു ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊന്നും ഞാൻ പറയില്ല. പക്ഷേ മുമ്പിൽ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരോടും ഞാൻ പറയുന്നത് ഇതിന് 100 രൂപ മുതൽ 1000 രൂപയുള്ള വില നിങ്ങൾക്ക് ബിഡ് ചെയ്യാം, നിങ്ങൾക്ക് ലേലം വിളിക്കാം. അപ്പോൾ ചിലർ 150 എന്ന് വിളിക്കും, കുറച്ച് കഴിയുമ്പോൾ 250 എന്ന് പറയും, വേറൊരാൾ 300 എന്ന് പറയും, 350 എന്നൊക്കെ പറയും. ഇങ്ങനെ പറയണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ വേണം. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്നവർക്ക് എന്നെയോ അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ കുറിച്ചോ എന്തെങ്കിലും ചെറിയൊരു അറിവ് വേണം. ഉദാഹരണമായിട്ട് ഞാൻ വലിയൊരു പണക്കാരനാണ്, ഞാൻ ലണ്ടനിലെ ഓപ്ഷൻ ബിസിനസ്സിൽ പങ്കെടുത്ത് ഒട്ടനേകം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആളുമാണ്. അങ്ങനെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് അവിടെ വെച്ച് കഴിഞ്ഞാൽ പലരും പ്രതീക്ഷിക്കുക ഇത് എന്തായാലും 250-1000 രൂപയൊക്കെ വില നിലവാരമുള്ള സാധനമായിരിക്കും എൻ്റെ ഉള്ളിലിരിക്കുക എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് സെല്ലറുടെ റെപ്യൂട്ടേഷൻ ഒരു വലിയൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ സൈക്കോളജി. ഒരാൾ 100 രൂപ വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾ 150 വിളിക്കും, അടുത്ത ആൾ 250 വിളിക്കും, താനെ അത് 500, 700, 1000 എത്തിപ്പെടും. എന്തുകൊണ്ട്? അടുത്ത ആൾ വിളിക്കുമ്പോൾ ഉയർന്ന വില വിളിക്കാൻ വേറൊരാളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, മറ്റേയാൾ ഓൾറെഡി വാല്യുവേഷൻ നടത്തിയിട്ട് തന്നെ 250 രൂപ വില നിലവാരം എങ്കിലും ഉണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ അത് ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടായേക്കാം. അപ്പോൾ മറ്റേ ആളെ ബേസ് ചെയ്തിട്ടാണ് ഇയാൾ വിളിക്കുന്നത്.
റിലേറ്റീവ് വാല്യൂഷൻ പോലെയാണ്. എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല, എന്താണ് അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും മറ്റൊരാൾ 250 രൂപ എന്ന വില നിലവാരം ലേലം വിളിച്ചതുകൊണ്ട് ഞാൻ 300 വിളിക്കുന്നു എന്ന രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്, വാല്യൂ അറിഞ്ഞിട്ടല്ല. അപ്പോൾ വാല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണക്കാക്കാവുന്നോ നടത്തിപ്പോകുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പലരും സ്ക്രീനർ സോഫ്റ്റ്വെയർ വെച്ചിട്ട് കുറെ പാരാമീറ്റേഴ്സ് ഒക്കെ ഇട്ടിട്ട് എടുത്തിട്ട് അവസാനം ആ സോഫ്റ്റ്വെയർ തരുന്ന കുറച്ച് റിസൾട്ട്സ് ഉണ്ടാവും. ആ റിസൾട്ട്സ് എടുത്ത് വെച്ചിട്ട് പോയിട്ട് നമ്മൾ ഒരു സ്റ്റോക്കുകളൊക്കെ കുറെ വാങ്ങിക്കും. പക്ഷെ അത് വിചാരിച്ച പോലെ ഒന്നും രക്ഷപ്പെടില്ല. പിന്നെ വാല്യൂഷൻ എന്തിനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ മൊത്തം വാല്യൂഷനാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയി, ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടു. അതിനു മുമ്പത്തെ കാര്യം, നിങ്ങൾ അവിവാഹിതനാന്നിരിക്കട്ടെ. അപ്പോൾ ഭംഗിയൊരു പെൺകുട്ടിയെ കണ്ടു, നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം ആ പെൺകുട്ടിയെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണെങ്കിൽ വളരെ അട്രാക്റ്റഡ് ആവും. നിങ്ങൾ തോന്നും എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാം. ബേസ് ചെയ്തിട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒന്നുമല്ല, പുറത്ത് കാണുന്ന കാഴ്ചയിൽ ആ പെൺകുട്ടി നല്ലതായതുകൊണ്ട് മാത്രം, മറ്റൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇതുപോലെയാണ് പലപ്പോഴും സ്റ്റോക്ക് വാങ്ങിക്കാൻ പോകുന്നത്. ഒരു ബിൽഡർ ഓടിപ്പോയിട്ട് സ്ഥിരമായിട്ട് ACC സിമെന്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു ബിൽഡർ ആണെങ്കിൽ ബിൽഡർ വിചാരിക്കും ACC കമ്പനി എന്തായാലും ലാഭത്തിൽ തന്നെയായിരിക്കും. എന്നാൽ ACC കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാം. മറ്റൊന്നും അയാൾക്ക് അറിയില്ല, കമ്പനിയുടെ റിസ്കുകളോ വീക്ക്നെസ്സോ ഒന്നിനെ കുറിച്ചും ബോധമല്ല, അറിയില്ല. അത് പോയി വാങ്ങിക്കും. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, കല്യാണം കഴിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ എത്തരത്തിൽ ഈ പെൺകുട്ടിയെ കൺസിഡർ ചെയ്യും? എൻ്റെ അമ്മ ഈ പെൺകുട്ടിയെ നല്ലതായിട്ട് നോക്കൂ, അല്ലെങ്കിൽ ഈ പെൺകുട്ടി എൻ്റെ വീട്ടുകാരെ നല്ലതായിട്ട് നോക്കൂ, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും? എൻ്റെ ജാതിയിൽപ്പെട്ട ആളാണോ, മതത്തിൽപ്പെട്ട ആളാണോ, വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, വീട്ടുകാരുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു, സാംസ്കാരികമായി നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കുടുംബ പാരമ്പര്യമാണോ ഉള്ളത് എന്നെല്ലാം ആലോചിക്കാൻ തുടങ്ങും. അതായത് ഇവാലുവേഷൻ പാരാമീറ്റേഴ്സ് നമ്മൾ ആലോചിച്ച് തുടങ്ങും. ഈ ഇവാലുവേഷൻ പാരാമീറ്റേഴ്സിന്റെ ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ടോ സംസാരിച്ചിട്ട് ലഭിക്കുന്ന ഇൻപുട്സോ, അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ കുടുംബക്കാരുടെയോ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തുനിന്നോ ഒക്കെ ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് തുടങ്ങും. ഈ പെൺകുട്ടി പഠിച്ച കോളേജ് എവിടെയാണ്, ആ കോളേജിന്റെ അകത്ത് പെൺകുട്ടിക്ക് വല്ല അഫയർ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ കുറേ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ളതാണോ അല്ലയോ എന്ന് നോക്കും. ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളെക്കാളും വളരെ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ളതായിരിക്കാം, അംബാനിയുടെ അദാനിയുടെ ഒക്കെ ചിലപ്പം മകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ കല്യാണം കഴിച്ചാൽ ശരിയാവില്ല. കാരണം കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ തന്നെ ചിലപ്പം അംബാനി അദാനിയൊക്കെ നമ്മൾ ചവിട്ടി പുറത്താക്കും. അപ്പൊ അങ്ങനെയൊക്കെ തോന്നിക്കഴിയുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് പോകില്ല. പോരാത്തതിന് ഈ പെൺകുട്ടിയെ കെട്ടിക്കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു മാസ വരുമാനക്കാരനാണ്, ഒരു 50,000 രൂപ 60,000 രൂപ വരുമാനക്കാരനാണ്. പക്ഷേ ഈ പെൺകുട്ടി ഒരു മാസം സ്പെൻഡ് ചെയ്യുന്ന മേക്കപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഏകദേശം 40,000 രൂപയാണ് എന്ന് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാർ പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളപ്പം അവിടെ ഒരു വലിയൊരു റിസ്ക് ഫാക്ടർ പോസ് ചെയ്തു. അവിടെ ഒരു റിസ്ക് അനാലിസിസ് വന്നു. ആകെ മൊത്തം കിട്ടുന്നത് 60,000 രൂപ ശമ്പളം, അതിന്റെ ഏകദേശം 66% ഞാൻ ഈ പെൺകുട്ടിയുടെ മേക്കപ്പിന് വേണ്ടി മാത്രം ചെലവാക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കൊണ്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും. അപ്പോൾ ഒരു റിസ്ക് അനാലിസിസ് നടത്തി നിങ്ങൾ ഒന്നുകിൽ ഒഴിവാക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വഴി കണ്ടുപിടിക്കും. അപ്പോൾ ഒരു കോമ്പറ്റിബിലിറ്റി അനാലിസിസ് നമ്മൾ അവിടെ നടത്തും. ഇതുപോലെയാണ് പല സ്റ്റോക്കുകളും. നമ്മൾ സ്റ്റോക്കുകളെ പ്രഥമ ദൃഷ്ട്യാ കാണും, നല്ല ബിസിനസ് ആണെന്നൊക്കെ തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ നമ്പേഴ്സും പാരാമീറ്റേഴ്സും ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കാൻ തുടങ്ങും. നമ്പേഴ്സ് ബാലൻസ് ഷീറ്റിന്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ ക്വാർട്ടർ റിസൾട്ട്സിന്റെ അകത്തൊക്കെ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ നമ്മൾ നോക്കും, മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ നോക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഫണ്ട്സിന് അനുസൃതമായിട്ട്, നമ്മുടെ പൊസിഷൻ സൈസിന് അനുസൃതമായിട്ട് ഇത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊള്ളിക്കാൻ പറ്റുമോ നോക്കും. കൊള്ളിക്കാൻ പറ്റില്ലെങ്കിൽ വിട്ടുകളയും. ഉദാഹരണമായിട്ട് ഇപ്പോൾ MRF ആകെ നമ്മുടെ ഫണ്ട്സ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയുള്ളെങ്കിൽ MRF വാങ്ങിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു സിംഹഭാഗം MRF മാത്രമായിട്ട് മാറും. പൊസിഷൻ സൈസിങ് മൊത്തം താറുമാറാകും. അപ്പോൾ അത് എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിൽ പോലും സാധാരണ രീതിയിൽ നമ്മൾ അങ്ങ് വിട്ടുകളയും. അതുകൊണ്ട് തന്നെ വാല്യൂഷൻ നമ്മൾ നടത്തുമ്പോൾ 2 രീതിയിലുള്ള വാല്യൂഷനാണ് പലപ്പോഴും നടത്താറുള്ളത്. ഒന്ന് നമ്മൾ ഒരു ഇൻട്രൻസിക് അപ്രോച്ച്, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേറ്റീവ് അപ്രോച്ച്. അപ്പം അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കല്യാണാലോചന ഫസ്റ്റ് ഒക്കെ തുടങ്ങുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെയൊക്കെ അടുത്ത് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. പെൺകുട്ടിക്ക് 6 അടി പൊക്കം വേണം, ചെറുക്കന് 6 അടിയിലേറെ പൊക്കം ഉണ്ടെങ്കിൽ, വെളുത്ത് മെലിഞ്ഞ് സുന്ദരിയായിട്ട് ഐശ്വര്യ റായിയെ പോലെ വേണം, നീല കണ്ണുകൾ വേണം, നീണ്ട മുടി വേണം, അപ്പനും അമ്മയും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞായിരിക്കണം, പെൺകുട്ടി മിനിമം 4 ലാംഗ്വേജ് എങ്കിലും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇൻട്രിൻസിക് പാരാമീറ്റേഴ്സ് ആണ്, പെൺകുട്ടിയുടെ ക്വാളിറ്റിയെ കുറിച്ചുള്ള പാരാമീറ്റേഴ്സ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കല്യാണം മുമ്പോട്ട് പോയി കഴിഞ്ഞ് കുറെ പെൺകുട്ടികളെ കണ്ടു കഴിയുമ്പോൾ വീട്ടുകാർക്കും ചെറുക്കനും മനസ്സിലാവും ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനിടയ്ക്ക് ഏകദേശം 10-15 ആലോചനകളോ ഒക്കെ വന്നിട്ട് അവരെ കാണുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ പറഞ്ഞ 10-40 പെൺകുട്ടികളുടെ കൂട്ടത്തിന്റെ അകത്ത് ഈ പറഞ്ഞ ഒരു പ്രത്യേക പെൺകുട്ടിയാണ് നല്ലത്. ഈ പറഞ്ഞ പോലത്തെ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും മോശമില്ലാത്ത സാമ്പത്തികമുണ്ട്, മറ്റുള്ള പെൺകുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി 49 പെൺകുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 50ാമത്തെ കുട്ടിക്കാണ് കുറച്ച് നല്ല സാമ്പത്തികമുള്ളത്. താരതമ്യേന കുറച്ച് കണ്ടാൽ നല്ലതാണ്, താരതമ്യേന കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, താരതമ്യേന കുറച്ചും കൂടി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് വീട്ടുകാരായിട്ട്. ഇതാണ് റിലേറ്റീവ് വാല്യൂഷൻ. മറ്റുള്ളതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നു, താരതമ്യം ചെയ്തിട്ട് ഇതാണ് കൂട്ടത്തിൽ നല്ലതെന്ന് പറയുന്നു.
അപ്പം സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോഴും ഇതേപോലെ നമ്മൾ റിലേറ്റീവ് വാല്യൂഷനിലേക്കുള്ള പോക്കാണ് പലപ്പോഴും സംഭവിക്കാറ്. അല്ലാത്ത രീതി ഇൻട്രിൻസിക് വാല്യൂഷൻ മാത്രം നടത്തിയിരിക്കുമ്പോൾ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എല്ലാം കൂടി ഒന്നിച്ച് ക്ലബ് ചെയ്തിട്ട് നമ്മൾ വാല്യൂഷൻ നടത്തും. പലപ്പോഴും ആ ഒരു വാല്യൂഷൻ നല്ല രീതിയിൽ നടക്കുകയില്ല. ഉദാഹരണമായിട്ട് നമ്മൾ ക്ലാസിക്കായിട്ട് പറയാറ് നമ്മൾ ആമസോണിന്റെ കേസാണ്. ആമസോൺ 10-20 വർഷം മുമ്പ് വാല്യൂഷൻ നടത്തുമ്പോൾ അത് ഓവർ വാല്യൂഡ് ആണെന്നുള്ള രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അന്നത്തെ ഇതിൽ ഇന്റർനെറ്റ് കമ്പനികളുമായിട്ട് നമ്മളത് വാല്യൂഷൻ ചെയ്യുകയായിരുന്നുവെങ്കിൽ അന്നൊരു ചീപ്പർ വാല്യൂഷൻ ആയിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ ആമസോൺ എത്ര മടങ്ങ് നിക്ഷേപത്തിന് റിട്ടേൺസ് നൽകിയിരുന്നു നോക്കാം. അപ്പൊ ഇൻട്രിൻസിക് വാല്യൂഷനും റിലേറ്റീവ് വാല്യൂഷനും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതേസമയം റിലേറ്റീവ് വാല്യൂഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് പലപ്പോഴും കുഴി ചാടിച്ചേക്കാം. ഉദാഹരണമായിട്ട് പി ഏറ്റവും ചുരുങ്ങിയ പി ഉള്ള സ്റ്റോക്കുകൾ പോയി എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ബാങ്കിങ് സ്റ്റോക്കുകളിലേക്ക് ചെന്നപ്പെടുക. അത് വിചാരിച്ച് അത് അണ്ടർ വാല്യൂഡ് ആണോ അങ്ങനത്തെ തീരുമാനിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ രണ്ട് വാല്യൂഷൻ അപ്രോച്ചസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇവ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ പ്രതിപാദിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാല്യൂഷൻ നടത്തുമ്പോൾ വാല്യൂഷൻ നടത്തുന്ന ആളെ ആശ്രയിച്ചിരിക്കും പലപ്പോഴും വാല്യുവേഷന്റെ റിസൾട്ടുകൾ. അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഹൗസ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ റിസർച്ച് അനലിസ്റ്റ് പലപ്പോഴും പോസിറ്റീവായിട്ട് പറയുന്ന പലതും അത്ര പോസിറ്റീവ് ആയിക്കോളണം യഥാർത്ഥത്തിൽ വലിയ നിർബന്ധമൊന്നുമില്ല. അതിന്റെ പല പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ ആ ഒരു റിസർച്ച് ഹൗസിന് അല്ലെങ്കിൽ ആ ഒരു ഫണ്ടിന് ഈ പറഞ്ഞ സ്റ്റോക്കിൽ തന്നെ ചിലപ്പോൾ നിക്ഷേപങ്ങൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഒരു റിസർച്ച് ഔട്ട്കം വരുന്നത്, വാല്യൂഷൻ ഔട്ട്കം വരുന്നത്. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അദാനി സ്റ്റോക്കുകളെ വേണ്ട, മനസ്സുകൊണ്ട് അങ്ങോട്ട് വെറുത്തുപോയി. വേറെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എല്ലാണ്ടിയും നിക്ഷേപിക്കില്ല, ഞാൻ ഇതിനു മുമ്പ് 2-3 തവണ നിക്ഷേപിച്ചു, 2-3 തവണ നിക്ഷേപിച്ചൊക്കെ നഷ്ടമായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ നിക്ഷേപിക്കില്ല, മനസ്സുകൊണ്ട് മടുത്തുപോയി. ഇതുപോലെ വാല്യുവേഷന്റെ അകത്ത് പോലും പലപ്പോഴും മാനസികമായിട്ടുള്ള പല കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അതിന്റെ ഒരു സെൻട്രൽ പില്ലറായിട്ട് നമ്മൾ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇക്വിറ്റിനെ വാല്യൂ ചെയ്യുമ്പോൾ ഇതിനകത്ത് ക്യാഷ് ഫ്ലോ തന്നെയാണ് അതിന്റെ സെൻട്രൽ പില്ലർ, അതിന്റെ നെടുന്തൂണെന്ന് പറയപ്പെടുന്നത്. നമ്മളിതിപ്പം വ്യക്തിപരമായിട്ടുള്ള ചിന്താഗതികൾ വാല്യുവേഷനെ ബാധിക്കുന്നു അല്ലെങ്കിൽ മൂല്യത്തെ കാണാൻ ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം വേണമെങ്കിൽ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഐഫോൺ വാങ്ങിച്ചു, ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു. എന്നിട്ട് ഒരാൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഐഫോൺ കൊണ്ടേ കാണിച്ച് ആകെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ, പക്ഷേ എനിക്ക് പൈസയ്ക്ക് ഭയങ്കര അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ചേട്ടാ ഇത് ഒരു 20,000 രൂപയ്ക്ക് ചേട്ടന് ഞാൻ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഐഫോണിനെ കുറിച്ച് വലിയ മൂല്യത്തെക്കുറിച്ച് വലിയ ബോധമില്ലാത്ത എന്നെ പോലൊക്കെ ഉള്ളവർ 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കൊക്കെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്നവർ, അവരെ സംബന്ധിച്ച് ഐഫോൺ പോലും 20,000 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. അതേസമയം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഡാറ്റ സെക്യൂരിറ്റിയെ കുറിച്ച് വളരെയധികം ബോധേഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഐഫോൺ വാങ്ങിക്കണമെന്ന് അദമ്യമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരന് 1.5 ലക്ഷം രൂപയുടെ ഫോൺ 50,000 രൂപയ്ക്ക് കൊണ്ടുപോയിട്ട് കൊടുത്താൽ പോലും ഇല്ലാത്ത പണമെങ്കിലും ഉണ്ടാക്കി കടം വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ഐഫോണിനൊക്കെ സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നത് ലോൺ കൊടുക്കുന്നവർ ഈ ബജാജ് ഫിൻസർവ് ഒക്കെ പോലുള്ളവരാണ്, ഓടി നടന്ന് ബജാജ് ഫിൻസർവിന്റെ ഓഫീസിൽ പോയിട്ട് പേഴ്സണൽ ലോൺ എടുത്തിട്ടെങ്കിലും അപ്പോൾ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങിക്കും. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഔട്ട്ലുക്ക് എപ്പോഴും വാല്യുവേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നെസസിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നുള്ളത്, ബേസിക് ഫിനാൻഷ്യൽ മോഡലിംഗ്, പ്രധാനമായും 2 തരത്തിലുള്ള വാല്യൂഷൻ ടെക്നിക്സ്, റിലേറ്റീവ് വാല്യൂഷൻ, ഇൻട്രിൻസിക് വാല്യൂഷൻ. അപ്പോൾ ഇവ വെച്ചിട്ട് ഫിനാൻഷ്യൽ റേഷ്യോസ് വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വിറ്റിനെ മാത്രമേ നമ്മൾ വാല്യൂ ചെയ്യുന്നുള്ളൂ. ഓപ്ഷൻ മോഡൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കോംപ്ലക്സ് മോഡൽസ് ഒക്കെ നമ്മൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്, സമയമുണ്ടെങ്കിൽ നമ്മൾ അവസാനം പറയാം. അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഇത് വാല്യൂ ചെയ്യാമെന്നുള്ളത്, ഏതൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്നുള്ളത്, AI ബേസ്ഡ് എഞ്ചിൻസ് ഏതൊക്കെ ഉപയോഗിക്കാവുന്നത്, ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ സീരീസിൻ്റെ അകത്ത് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എത്ര എപ്പിസോഡൊക്കെ നീണ്ടു കിടക്കും എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല. ഒരു 10-15-20 എപ്പിസോഡൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വേണം കരുതാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റുള്ള ഓരോ എപ്പിസോഡുകളും. ബോറടിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ദയവായിട്ട് കമന്റ് ബോക്സിൻ്റെ അകത്ത് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുന്നു വരുന്നു എന്തിനാണ് വാല്യുവേഷൻ നടത്തുന്നത്, വാല്യുവേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.